പ്രൈസ് ദി ലോർഡ്. ഹെൽപ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇപ്പോൾ സമയം രാവിലെ 7:15, 18-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചേച്ചി അന്നത്തെ വ്ളോഗിൽ രാത്രി 11:30-ക്ക് 11:45-നൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇതെന്ത് പറ്റിയെന്ന്. അന്നത്തെ എൻ്റെ ആ വ്ളോഗിൽ ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു, രാത്രിയിൽ ചെടിക്ക് വെള്ളം ഒഴിക്കരുത്, അത് ചെടിക്ക് നല്ലതല്ല എന്ന്. അന്ന് വരെ ഞാൻ ആ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല, സത്യം പറഞ്ഞ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാ. കാരണം നമ്മൾ മനുഷ്യരാണേലും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉറങ്ങേണ്ട സമയം കറക്റ്റ് ഉറങ്ങണം. അതല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. എൻ്റെ കാര്യത്തിൽ, എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് പ്രവർത്തിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അത് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തെ അത് വളരെയധികം ദോഷം ചെയ്യും. എൻ്റെ കാര്യത്തിൽ എൻ്റെ വെയിറ്റ് കൂടുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഒറ്റ കാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഡെയിലി രാവിലെയാണ് വെള്ളം ഒഴിക്കുന്നത്. 7:15 ഉള്ളെങ്കിലും മാർക്കറ്റിൽ പച്ചക്കറിക്കാരൊക്കെ വന്ന് കടകൾ തുറന്നു തുടങ്ങി. അവർക്ക് ജീവിതമാർഗമാണല്ലോ ഇത്. ഞായറാഴ്ച രാവിലെ അടുക്കളയിൽ കയറില്ല. ശനിയാഴ്ച തന്നെ എല്ലാം കുക്കിംഗ് എല്ലാം ചെയ്ത് വെക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ഞായറാഴ്ചത്തെ വർഷിപ്പ് ചർച്ചിൻ്റെ പണി നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ രാവിലെ ചായ മാത്രമേ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുളിച്ച് 8:30, 8:45 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും റെഡിയാകും. പായൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കും. വെള്ളമൊക്കെ എടുത്ത് വെച്ച് എല്ലാം നല്ല റെഡിയാക്കി വെക്കും. 8:45 ആകുമ്പോഴത്തേക്ക്. 8:45 കഴിയുമ്പോഴേ എല്ലാവരും വന്നു തുടങ്ങും. ഒരു 9:15 ആകുമ്പോഴത്തേക്ക് 80-85% ആൾക്കാരും വന്നു കഴിയും. 9:30-ക്കാണ് വർഷിപ്പ് തുടങ്ങുന്നത്. എൻ്റെ വ്ളോഗിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഞാൻ ചെടി വളർത്തുന്ന സ്ഥലം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ, അതായത് 2ാമത്തെ വ്ളോഗിൽ ഇത് അധികം കാണിച്ചില്ല. അപ്പോൾ എനിക്ക് പലരും മെസ്സേജ് ഇട്ടു, ചേച്ചി എല്ലാ വ്ളോഗിലും ഒരിച്ചിരി നേരമെങ്കിലും അതൊക്കെ ഒന്ന് കാണിക്കണേ, ആ പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നിട്ട് എനിക്ക് വന്ന ചില മെസ്സേജുകൾ അത് എനിക്ക് ഒത്തിരി സന്തോഷം തന്ന കാര്യമാണ്. കാരണം ഞാനൊരു ടിപ്പ് ഇട്ടാൽ അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ കുക്കിംഗ് ആയാലും. അപ്പോൾ വ്ളോഗ് ഇടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ റെസ്പോൺസ് ചെയ്ത്, നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ ടിപ്സ് പോലെ തന്നെ എൻ്റെ വ്ളോഗ് കണ്ടിട്ട് അതും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി എൻകറേജ് ആയി, ഒരു പോസിറ്റീവ് എനർജി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കൂടുതലും പേര് പറഞ്ഞത്, ചേച്ചി ഓഫീസിൽ പോന്നു, വീട്ടിൽ വന്ന് വീട്ടുജോലി ചെയ്യുന്നു, യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഒത്തിരി സമയം പോകുന്നു, എന്നിട്ട് കൂടി ഈ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്താനും ഇത്രയൊക്കെ ആക്റ്റീവായിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ ചേച്ചി എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. എന്നിട്ട് ചിലർ പറഞ്ഞത്, അവർക്ക് ധാരാളം സമയമുണ്ട്, എന്നിട്ട് കൂടി മണ്ണുണ്ട്, സ്ഥലമുണ്ട്, എന്നിട്ട് കൂടി ഒരു തുളസി പോലും, ഒരു തുളസിച്ചെടി പോലും, അല്ലെങ്കിൽ ഒരു കറിവേപ്പ് പോലും നട്ടു വളർത്താനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല. ഇത്രയും സമയം ഉണ്ടായിട്ട് പോലും സമയം തികയുന്നില്ലേ എന്ന് പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്ത് അടികൂടി. അത് കാരണം അവർ വീട്ടമ്മമാര്, ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാ. എന്നിട്ടും ഒന്നിന് സമയം തികയുന്നില്ല എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലും വഴക്കുണ്ടാക്കും. ഇപ്പോൾ അവരോട് തന്നെ സ്വയം കുറ്റബോധം തോന്നുന്നു, ചേച്ചി ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, കിട്ടുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കും, എന്തേലുമൊക്കെ വീട്ടിൽ നട്ടു വളർത്തും. ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ വ്ളോഗും കൊണ്ട് അത്രയെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയല്ലോ, അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ബിസി ഡേ ആണ് സൺഡേ എന്ന് പറയുന്നതും. അത് നിങ്ങൾക്ക് മുമ്പോട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഇനി എന്തെന്ന് പറയുന്നത്, ഹോളിൽ കിടക്കുന്ന സെറ്റ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവരണം. കിച്ചണിൽ നിന്ന് വാഷിംഗ് മെഷീൻ എടുത്ത് ബെഡ്റൂമിൽ വെക്കണം. ഈ മരത്തിന്റെ താഴെയുള്ള സ്ഥലം കണ്ടോ, അവിടെ ഒരു ചെരുപ്പ് കുത്തിയാണ് ഇരിക്കുന്നത്. ചെരുപ്പ്, കൊട, ഇതൊക്കെ റെഡിയാക്കുന്നത്. ഞാൻ പറയാൻ കാര്യം, ഒന്നിനും എങ്ങും പോണ്ട, എല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് ജോസാൻ വണ്ടി വെക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്കിവിടെ നിന്നാൽ കാണാമെന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികൾ കുറേയൊക്കെ അവിടെ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് കാലിയാവേണ്ടതാണ്. വർഷിപ്പൊക്കെ കഴിഞ്ഞ് ഒരു 1-1:30 ആയപ്പോൾ എല്ലാം ഫ്രീ ആയി, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം 5 മണി ആയപ്പോൾ ഞാൻ കൊയർ പ്രാക്ടീസിന് വന്നു. ഞങ്ങളുടെ ഇവിടുത്തെ കൺവെൻഷൻ ഡിസംബറിൽ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ കൊയറിലേക്ക് ഞാനും ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ചേച്ചി ഭയങ്കര പാട്ടുകാരിയാണെന്ന്. ഭയങ്കര പാട്ടുകാരിയൊന്നുമല്ല.
പക്ഷെ അത്യാവശ്യം ദൈവം തന്നിട്ടുള്ള ശബ്ദം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 5 മണി തൊട്ട് പ്രാക്ടീസ് തുടങ്ങി ഒരു 7:30 വരെയൊക്കെ കാണും. ഇനിയിപ്പോൾ 1-2 ഞായറാഴ്ചയും കൂടി ഉള്ളൂ ഞങ്ങൾക്ക് പ്രാക്ടീസിന് ടൈം കിട്ടുന്നത്. 1.5 മണിക്കൂർ ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു ബ്രേക്കാണ്. ചായയോ കാപ്പിയോ എന്താണ് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരു ബ്രേക്കാ. അപ്പോൾ ബെറ്റ്സന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിറ്റോ ഒക്കെ പ്ലേ ചെയ്യുന്നു. അങ്ങനെ പ്ലേ ചെയ്തത് ഞാൻ റെക്കോർഡ് ചെയ്തതാണേ. അപ്പോൾ എന്നെപ്പോലെ ഇൻസ്ട്രുമെന്റ്സിനോടും അല്ലെങ്കിൽ മ്യൂസിക്കിനോടും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഇടാം. അല്ലാത്തവര് ദയവ് ചെയ്ത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തേക്കണേ. കേട്ടില്ല, നല്ലല്ലോ കേട്ടില്ല, നല്ലല്ലോ കേട്ടില്ല. എന്നോട് പറഞ്ഞേ. ഓൾറെഡി എൻ്റെ തൊണ്ട പോയിരിക്കുമോ.
7:30 ആയപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന വഴി പൈനാപ്പിൾ മേടിച്ചു. എനിക്കൊരു വീഡിയോ എടുക്കണം വെജിറ്റബിൾ ബിരിയാണിയുടെ. അതിനുവേണ്ടി ഈ പൈനാപ്പിൾ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നുള്ളത് ഈ സെയിം വീഡിയോ നമ്മുടെ ബെൻസീസ് വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ബ്ലസ്സഡ് ലൈഫ് ബെൻസീസ് വ്ളോഗിൽ. അത് പലരും കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആ വീഡിയോ ഒന്ന് എടുക്കാൻ, പലർക്കും ആർക്കെങ്കിലും പ്രയോജനമാകുന്നുവെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഇട്ടതാ. അപ്പോൾ പൈനാപ്പിൾ മേടിച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണമായിരുന്നു, അത് മേടിച്ചു. ഈ പ്രാക്ടീസ് നടക്കുന്നതൊന്നും ഞാൻ ഒത്തിരി ദൂരമൊന്നും ഇല്ല. എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു മിനിറ്റ് അല്ല 2 മിനിറ്റ് ഇല്ല, 1 മിനിറ്റ്. ഇന്നിനി വീട്ടിൽ ചെന്നിട്ട് നാളത്തേക്ക് വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാനുള്ള സ്റ്റാമിന ഒന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കുമ്പോൾ നാളത്തേക്കുള്ള ബിരിയാണി ആകും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കേണ്ടി വരില്ല. കാരണം ഈ വീഡിയോയ്ക്ക് തന്നെ നല്ലൊരു സമയം പോയി കിട്ടും. എല്ലാം അറേഞ്ച് ചെയ്യുക, അതിൻ്റെതായിട്ടുള്ള രീതിയിലെല്ലാം സെറ്റാക്കി വെക്കുക, അതിന് കുറേ സമയം പോകും. അപ്പൊ ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇടുന്നതിന് മുമ്പേ വെജിറ്റബിൾ ബിരിയാണിയുടെ വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത്. നല്ല ഫ്രഷ് പയറ് കണ്ടു, അങ്ങനെ കുറച്ച് പയറ് മേടിച്ചു. ചേന, പച്ചക്ക, അതായത് പൊന്തങ്ക. പിന്നെ മേടിച്ചത് ക്യാരറ്റ്, അതായത് എനിക്ക് വെജിറ്റബിൾ ബിരിയാണിക്ക് ക്യാരറ്റും ബീൻസും വേണമായിരുന്നു. അപ്പൊ കുറച്ച് ബീൻസും മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ജോസാൻ ഈ ഒഴിച്ചുകറിയോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ഒഴിച്ചുകറി വളരെ കുറച്ചേ വെക്കാറുള്ളൂ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് ഗരം മസാല ഇല്ലെന്ന്. പിന്നെ ഗരം മസാല അത് പൊടിച്ചു. ഇത് ഞാൻ നേരത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇറച്ചിക്കൂട്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, അങ്ങാടിക്കടയിലാണ് കിട്ടുന്നത് ഇത്. അപ്പോൾ 50 രൂപയ്ക്ക് ഒരു പൊതി, 100 രൂപയ്ക്ക് ഒരു പൊതി ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ 1-2 പൊതി, 2-3 പൊതികളൊക്കെ ഞങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് സൂക്ഷിച്ച് വെച്ചേക്കും. ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്ത് ഗരം മസാല ആയിട്ട് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ. ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കത്തില്ല, അതിൻ്റെ മണം നഷ്ടപ്പെടും. അത് മാത്രമല്ല പൂത്തു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ കുറച്ച് ദിവസത്തേക്ക്, ഒരു 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കേണ്ട വിധം എങ്ങനെയെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കുമോയെന്നറിയില്ല, ഓർക്കുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഞാൻ പുറത്തുനിന്ന് ഗരം മസാല മേടിക്കാറില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ വീട്ടിൽ പൊടിച്ചാ വെക്കുന്നത്. ഇത് ഇറച്ചിക്കറി, ചിക്കൻ കറി, പിന്നെ കടലക്കറി, കിഴങ്ങ് കറി, ഗ്രീൻ പീസ്, മുട്ടക്കറി, ഇതിനെല്ലാം ഞാൻ ഈ മസാല, സെയിം മസാല യൂസ് ചെയ്യുന്നത്. അപ്പൊ രാത്രി പുലാവ് കഴിക്കാൻ അതിൻ്റെ കൂടെ 2 ചിക്കൻ്റെ കാലിരിപ്പുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് ജനീഷ കുറേ നാളായിട്ട്, നമ്മുടെ ഒരു തമിഴ് വ്യൂവറാ, കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ബീഫ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചെങ്കിലും കപ്പ ബിരിയാണി ഇടണേ ചേച്ചിന്ന്. അപ്പോൾ ജനീഷ മോളെ റെസിപ്പി റെഡിയാ. അപ്പോൾ അതിനു വേണ്ടി മേടിച്ച ചിക്കനിൽ അതിൻ്റെ കാല് 2 ഞാൻ മാറ്റി വെച്ചിരുന്നു ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു. സിമ്പിളായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാ. ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒത്തിരി പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് തൈര്, ഒരു 2-3 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഇത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അത് നന്നായിട്ട് പുരട്ടി യോജിപ്പിക്കുക. ആ വരഞ്ഞു വെച്ചതിനകത്തൂടൊക്കെ അകത്തൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. എത്രയും നന്നായിട്ട് അതിനകത്ത് പിടിക്കാമോ അത്രയും നല്ലപോലെ പിടിക്കണം, അത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് വെച്ചിരുന്നു, അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തത്. കാരണം വീഡിയോ ഒരു സൈഡിൽ കൂടെ നടക്കുന്ന സമയത്തേക്ക് ഇതും വീഡിയോ റെഡിയാകുമ്പോഴത്തേക്ക് ചിക്കനും ഫ്രൈ ആയി കിട്ടും. ഫ്രൈ ചെയ്യാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ലേശം എണ്ണ ഒഴിച്ച ശേഷം ചിക്കൻ ഇട്ട് സാധാ ഫ്രൈ ചെയ്യുന്നത് പോലെ തിരിച്ചും മറിച്ചുമിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ബോണുള്ളതാണ്, അതുകൊണ്ട് വേവാൻ ലേശം ടൈം എടുക്കും. അതുകൊണ്ട് തീ കൂട്ടിയിടരുത്, തീ കുറച്ചിട്ട് ചെറു തീയിൽ മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ രാത്രി 10:45 നമ്മുടെ ബിരിയാണിയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വീഡിയോ ഈ വ്ളോഗ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം സഹിക്കാൻ പറ്റാത്ത തലവേദന. അപ്പം ഞാനിത് ഇവിടെ വെച്ച് നിർത്തുക. എനിക്ക് തലതണുക്കെ ഒന്ന് കുളിക്കണം.
പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാവം ജോസാൻ അതെല്ലാം കഴുകി തന്നു. പിന്നെ വേറെ തൂത്തുവാരണമായിരുന്നു. കുറെ തുണികൾ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ നാളത്തേക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് അരി അരച്ചു വെച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. ഇനിയിപ്പം കുളിച്ച് പ്രയർ ചെയ്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാവും, മിക്കവാറും 12 മണിയാവും. അപ്പൊ ഇനി ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. എന്താണെന്നറിയത്തില്ല, ഒരു 9 മണി കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടും റെസ്റ്റ് ഇല്ലല്ലോ. ഉച്ചയ്ക്കാണെങ്കിലും വർഷിപ്പ് കഴിഞ്ഞു ഉടനെ പിന്നെ പ്രാക്ടീസിന് പോയി. പിന്നെ അതൊരു ചെറിയൊരു റൂം, അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം കൂടെ സൗണ്ട്. അപ്പോൾ അതായിരിക്കാം കാരണം. എന്തായാലും ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ എന്ത് അഭിപ്രായമുണ്ടെങ്കിലും എനിക്ക് കമന്റ് ഇട്ട് അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.